അമ്മയുടെ ഫേവറേറ്റ് ചെടിയാണ് ഈ മുല്ല. അപ്പൊ അതിദയനീയമായ ഒരവസ്ഥ കാണിച്ചു തരാനാ അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയേക്കണം. ചൂടോടുകൂടി മറിഞ്ഞു. അത് എന്നാന്നറിയുമ്പോ പണ്ട് ചിലര് പറയാറുണ്ട് അതില് കാശ്മീരി മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും രണ്ടും രണ്ടാന്നാ. എനിക്കിത് മാത്രം കൊണ്ടൊന്നും ഞാൻ എനിക്ക് വേറെ എന്തെങ്കിലും വേണം. നിനക്ക് പ്രിയപ്പെട്ട സാധനം. അതെ, നിന്റെ പ്രിയപ്പെട്ട ആള് കൊണ്ടുവന്നതാ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ സുപ്രഭാതം അല്ലാന്നറിയാം, എങ്കിലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഐശ്വര്യമുള്ള ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ കുറച്ച് കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളും മഴ നമുക്ക് വരുത്തി വെച്ച ചില വിനകളും പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്ന ഇഷ്ടമുള്ളൊരു കൊച്ചു സമ്മാനവും അങ്ങനെയുള്ള കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. റെഡിയല്ലേ? ഇതന്നെ ഈ ചക്ക ഇങ്ങനെ മഴ നനഞ്ഞിരിക്കുന്നത്. അതേ വരിക്കപ്പളാവേന്ന് ഇട്ടതാ, പക്ഷെ ഒട്ടും മധുരയില്ല. ഇട്ടതാട്ടോ, അല്ലാണ്ടത് ഇതൊന്നും വീണതോ ഇതൊന്നും അല്ല. പക്ഷെ അതങ്ങനെ വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി ഞായറും സമയമില്ലല്ലോ പരിപാടി ചെയ്യാൻ. അത് ഞാൻ നാളെ ഇത് പൊളിച്ച് വെച്ച് ചുളയൊന്നിനും കൊള്ളൂല, അപ്പടി പൊട്ടിപ്പൊളിഞ്ഞിരിക്കും. അതിൻ്റെ കുരു കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് കുരു നമുക്ക് ഉപയോഗിക്കാനെടുക്കാം. ഇത്തവണ ശേഖരിക്കൽ കുരു ഉണ്ടായില്ല. എന്നാന്ന് വെച്ചാൽ കുഴപ്പ്ളാവേലെ ചക്ക മുഴുവൻ ഈ ചൂടിൻ്റെ ഇതുകൊണ്ട് പൊട്ടിയലച്ച് ആവിച്ചു പോയി. അപ്പോൾ ഒന്നോ രണ്ടോ ചക്കപ്പഴത്തിൻ്റെ കിട്ടിയോളൂ, അതിൻ്റെ കുരു കൂടി ഇരിപ്പുണ്ട്. അപ്പം ഇതിൻ്റെ കുരു ചെറുതാണെങ്കിലും കുരു എടുത്ത് വെക്കാം. ചുമ്മാ ഇരിക്കുന്ന സമയത്തും ഇല്ലാത്ത സമയത്തും നമുക്ക് കഴിഞ്ഞ പോലും ഫ്രീസറിൽ സൂക്ഷിച്ച പോലെ സൂക്ഷിച്ചാൽ ഡീപ് ഫ്രീസറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കറി ഉണ്ടാക്കാൻ മേലെ. തൊലി കളഞ്ഞേച്ച് വെച്ചാൽ മതി കേട്ടോ. ഈ വൈറ്റ് തൊലി കളഞ്ഞേച്ച് ബ്രൗൺ തൊലിയായിട്ട് വെച്ചാൽ 1 വർഷം കേടാവാതിരിക്കും ചക്കക്കുരു. അപ്പം തിരുമറയിൽ നാളെ ബിനി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ക്ലീൻ ചെയ്തേച്ച് നുറുക്കി വെച്ച് ചക്കുരു വെച്ച് 6 മാസം വരെ അവിടെ ഇരുന്നു. നുറുക്കി വെച്ച മാങ്ങയൊക്കെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതുപോലെ. അപ്പൊ കേടാവാതിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ കഴിയുവാരി ഉപയോഗിക്കാൻ വെച്ചാൽ മതി. അപ്പൊ അതിദയനീയമായ ഒരവസ്ഥ കാണിച്ചു തരാനാ അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയേക്കണം. നീ എന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, രാത്രി ആയതുകൊണ്ട് പോയി എടുക്കാൻ പറ്റിയില്ലല്ലോ. ഒരു 3-4 ദിവസം മുമ്പ് അലക്കുകല്ലിൻ്റെ അവിടെ നിന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ നിന്ന് തെങ്ങ് ചൂടോടുകൂടി മറിഞ്ഞു. അത് എന്നാന്നറിയുമ്പോ പണ്ട് അപ്പച്ചനുള്ളപ്പോ ഓർക്കണ്ടോ, അപ്പച്ചൻ മരിച്ചപ്പോ ഒരു തെങ്ങ് മറിഞ്ഞതാ. പറമ്പിലല്ല, മുറ്റത്തിന് താഴെ. അതുപോലെ ഇത് വെള്ളം നിന്ന് ഉറവ് നിന്ന് പറമ്പില. ഈ പറമ്പിൽ ഒരുപാട് സ്ഥലത്ത് ഉറവ് നിൽക്കണുണ്ടല്ലോ നമ്മുടെ ആ മരത്തിന്റെ അതിലെല്ലാം. അപ്പൊ അവിടെ ഉറവ് നിന്ന് അപ്പാടെ അങ്ങ് മറിഞ്ഞ് യാതൊരു വിഷയമില്ലാതെ മഹാഗണിയുടെ കമ്പേ തട്ടി നിലത്തേക്ക് വീണ് കിടപ്പുണ്ടത്. അതിൽ നമ്മുടെ ആ തന്നെ കയറിയ കട്ടൻ പ്ലാന്റ് ഉണ്ടായിരുന്നു. ഈ പുളിയിലൊക്കെ കയറിയേക്കണ കട്ടൻ പ്ലാന്റ് പോലത്തെ. പക്ഷെ പുളിയിൽ കയറിയേക്കണ കാണാൻ അത്ര ഭംഗിയില്ല. എന്നാന്ന് വെച്ചാൽ പുളിക്കമ്പുകളല്ലേ, തെങ്ങില് നല്ല സ്റ്റൈലായിരുന്നു. പക്ഷെ അപ്പാടെ പോയി. നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. ഇന്നെങ്കിലും മഴ ചിത്രം എടുക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെ ഒരു 7 മണി മുതൽ 7:45 വരെയും അതിതിമിർത്ത് മഴയായിരുന്നു. പുറത്തേക്ക് നോക്കാൻ മേലാത്ത പോലെ. അത് കഴിഞ്ഞ് ഇപ്പം ഒന്ന് തോർന്നു. കാരണം തോർന്നില്ലെങ്കിൽ വല്ലാത്ത പാടാണ് ഇറങ്ങി നടക്കാനല്ല. ഇതാ ചൂട് നോക്ക്, കംപ്ലീറ്റ് വെള്ളം ചോട്ടില് വെള്ളം നിന്ന് മറിഞ്ഞു പോയതാ. ഈ തെങ്ങിനിങ്ങനെ തായ്വേരില്ലല്ലോ, ഒറ്റപ്പെട്ട പേരല്ലേ, കൊളായിട്ട് വെള്ളമായിരുന്നു മറിഞ്ഞപ്പ. ഇപ്പൊ വെള്ളം ഉണ്ടോന്ന് എനിക്കറിയില്ല. മറിഞ്ഞു കിടക്കുന്നു. വെള്ളം വറ്റിപ്പോയി. മറിഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പറമ്പിലെല്ലാം നോക്കിയിട്ട് ഒരു മരവും മറിഞ്ഞത് കാണാനില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ നടുക്കളവാതിലിന്റെ അവിടെ നിന്ന് നോക്കിയപ്പോ മഴയൊന്നുമില്ല. അന്നേരം നോക്കിയപ്പോ ഈ കട്ടൻ പ്ലാന്റ് മറിഞ്ഞു കിടക്കണം. അപ്പൊ പിടികിട്ടി തെങ്ങ് മറിഞ്ഞു തന്നു. അങ്ങനെയാ. അതിന്റെ വേര് കണ്ടോ? വേരുണ്ട്. അതൊരു കഷ്ടായിപ്പോയി. തെങ്ങിന് കേടില്ലായിരുന്നു. പക്ഷെ അടിയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വെള്ളം നിന്നാ പിന്നെ എന്ത് ചെയ്യാനാ. പെരയിലേക്കും ഇതിലേക്കും ഒന്നും മറിയാഞ്ഞ ഭാഗ്യം. പണ്ട് അങ്ങനെ ഞാനിലിയുടെ കൊമ്പ് മരം വെട്ടിയപ്പോൾ ചേട്ടന്മാർ വെട്ടിയാ ഉപയോഗിക്കുന്നില്ലെങ്കിലും ആ കോഴിക്കൂടിൻ്റെ മീതായിട്ട് വെട്ടിമറിച്ച് വീണ് കോഴിക്കൂട് നാശമായി പോയത്. കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നുമില്ല, എങ്കിലും നമുക്കിത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിച്ച കോഴിക്കൂടായിരുന്നു. അവിടുത്തെ ആഞ്ഞിലിയുടെ കൊമ്പ്. ഇപ്പം ഇനി ആഞ്ഞിലിയുടെ കൊമ്പ് വലുതായി കഴിഞ്ഞു ഓൾറെഡി. അത് കൊമ്പ് വെട്ടിച്ചപ്പോൾ അവർ ചേന്തി അതിലേക്ക് വീണു. സപ്പോട്ടയുടെ ഒരു കൊമ്പും പോയി, അവിടെ നിന്ന് സപ്പോട്ടയുടെ ഒരു കൊമ്പും പോയി. കോഴിക്കൂട് മൊത്തം താറുമാറായി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മുല്ലച്ചെടി, കുറ്റിമുല്ല. ഞാൻ വഴിയോരത്തൊന്ന് മേടിച്ച 3 എണ്ണം. പിന്നെ ഒരു കുഞ്ഞത്.
എല്ലാത്തിലും പൂവുണ്ട്. ഇത് ഒരു കാര്യം ചെയ്ത് ഇത് രണ്ടും കൂടെ ഒറ്റ കുഴിയിൽ വെക്കണ്ടേ. ഇച്ചിരി ചെറുപ്പം പോലെയല്ലേ ഇത് രണ്ടും നല്ല ഗ്രാൻഡാ. ഒരെണ്ണം ബാക്ക് സൈഡിൽ ആദ്യം വെച്ചേച്ച് വരാം, നോക്കിയെടുക്കാം. ബാ ഒരെണ്ണം എന്റെ മുറിയുടെ സൈഡിൽ വെക്കണേ. ഒരെണ്ണം ഞാൻ ഉദ്ദേശിച്ചു ഇവിടെ ഈ മുട്ടിന്റെ ഇവിടെ പിന്നെ ഒന്നും വെട്ടി മുറിക്കണില്ലല്ലോ. അപ്പൊ ഇവിടെ വെച്ചാൽ ഇങ്ങനെ അങ്ങ് പൊങ്ങി പോന്നോളും. അതെ, അത് ഇവിടെ വെക്കാം ഒരെണ്ണം. ജൂൺ 5 ചെടി നടൽ നമ്മൾ ഇന്നാ ചെയ്യണേ. അതെ 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 അതെ. ഇത് നിന്റെ അവിടെ കൊണ്ടുപോവാം. എന്തോരം മുട്ടാന്ന് നോക്കി. അതെ 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 അതെ. ഒരെണ്ണത്തിൽ വിരിഞ്ഞിട്ടുണ്ട്, മുട്ട് വിരിയുന്നുണ്ട്. ഇത് ബാക്ക് സൈഡിട്ട് പോവാന്നാ. മഴ വന്നതിന് പങ്ക നടാന്ന് ഓർക്കാം. പെരുത്ത മഴയാ വന്നത്. ചീവീടുകളുടെ കരച്ചിൽ. അതെ 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 അതെ. ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത് ചീവീടുകളുടെ കരച്ചിൽ കേൾക്കുമ്പോ ഭയങ്കര നാട്ടിലെത്തിയ വൈബാന്ന്. അയ്യോ താഴെ പോയല്ലോ. അതൊന്നും കുഴപ്പമില്ല. ഇത് മുരിങ്ങയല്ലേ? ഏത് ഏതാണ്ട് കാട്ടുകടി മുരിങ്ങാൻ പറ്റിയൊന്നുമല്ല. അല്ല അല്ലേ? അത് ഇന്നലെ കണ്ടതാ, കടിച്ചത് കാരണം ഞാൻ എടുക്കാത്തതാ. കൊള്ളുമില്ല, ഞാൻ നോക്കിയതാ. അത് ഇപ്പൊ ഇത്രയും ഭാഗത്തിൽ അതിലായിരുന്നു എന്നിട്ടത് നോക്കിയതാ. അപ്പയെ കാണിച്ചു തന്നെ, പിന്നെ കടിച്ചതുകൊണ്ട് ഞാൻ എടുക്കാതെ. കടിച്ചതല്ലെങ്കിലും എടുക്കരുത്, ഒരിക്കലും എടുക്കരുത്. മുറിയുടെ അവിടെ ഏത് ഭാഗത്താന്ന് പറഞ്ഞാരേ വെക്കേണ്ടത്. വെയിലുള്ള എവിടെയെങ്കിലും നട. അതായത് ഈ ഭാഗത്തൊക്കെ വെച്ചാൽ ഇതിന്ന് വെള്ളം ഇങ്ങനെ വരുമ്പോൾ അതിലെല്ലാം കിടക്കുമ്പോൾ പോകുന്നുള്ളതാണ്. മുറ്റത്ത് വെച്ചാ എവിടെയാ വെക്കേണ്ടത്? മുറ്റത്ത് വേണ്ടെന്നാ, മുറ്റത്തിന്റെ പുറത്ത്. ഇത് പറയട്ടെ, ഇതിന്റെ പുറത്ത് വെക്കുമല്ലോ. പാരിജാതം വളഞ്ഞു പോയല്ലോ, കൊമ്പൊടിഞ്ഞു. ഇത് എപ്പോഴാ പൂവിടണ ടൈം? ഏഞ്ചിലേച്ചിക്ക് പൂവോ അന്നൂന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കൊണ്ട് നാളെ എല്ലാം കോല് മാറ്റി വേറെ കോല് കെട്ടി അറ്റം വെട്ടിക്കളയതിന്റെ. ഈ കണ്ടമാനം തഴിച്ചു വന്നിട്ടാ അതങ്ങനെ വന്നത്. ഇത് ഇവിടെ നട്ടാലോ? അല്ല ഇവിടെ പക്ഷെ പിറ്റല്ലേ? അല്ല അങ്ങോട്ട് പിറ്റില്ല. പിറ്റ് അവിടെ കുഴിക്കുമ്പോ അവിടെ കുഴിക്കൂല ഇല്ലേ? അവിടെ കുളിക്കണ വെള്ളം പോണേ അതാ വാഴയുടെ അവിടെയാ. ഇവിടെ ഒന്നും കുഴിക്കൂല, മുറ്റത്തെ കുഴിക്കുള്ളൂ പിറ്റിന് വേണ്ടി. പക്ഷെ കുഴിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടാലോ മണ്ണ്? അതൊക്കെ നോക്കിക്കണം. ഇവിടെ നല്ല വെയിലുണ്ട്. അത്യാവശ്യം വെയിലുണ്ട്. അവിടെ ചോലയുണ്ട്, ഇവിടെ വെയിലുണ്ട്. ഈ ഭാഗത്ത് അതിനോട് ഒത്തിരി ചേർക്കണ്ട, ഈ ഭാഗമായിട്ട് വെക്കാം. ഇറങ്ങും. ഇപ്പൊ മണ്ണ് നനഞ്ഞു കിടക്കണോണ്ടേ വലിയ പാടൊന്നും. മറ്റൊരു കോലം കുത്തിച്ചാൽ മതി, അറിയാം. മണ്ണ് നന്നായിട്ട് കിടക്കണോണ്ട്. വളക്കൂറുണ്ട് ഇവിടെ, നല്ല വളക്കൂറ. ഇതെല്ലാം കരികില. ഇത്രയും കൂടി പോരെ? മതി മതി. എന്റെ മുറിയിലേക്ക് മണം വന്നു. അതെ, അന്നക്കുട്ടീനെ കൊണ്ട് ഞാൻ പണ്ട് അവിടെ അന്നക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടത്. അതിൽ മുഴുവൻ വയറവള്ളിയായി. കാണാനില്ല, പൂത്താറുണ്ട്. അധികം വയറ മാറ്റാം. വെക്കട്ടെ? ഇപ്പൊ തന്നെ പോവില്ലേ? അതെ. ഈ സീസണാന്ന് തോന്നുന്നല്ലേ മുല്ലപ്പൂ? മുല്ല ശരിക്കും ഈ സീസൺ അല്ല. മുല്ല വേനൽമഴ കഴിയുമ്പോൾ പൂത്തു കൊടുക്കും. ഇത്തവണ അത് കുഴപ്പമെന്നു വെച്ചാൽ വേനൽമഴ ഉണ്ടായില്ല. അങ്ങനെ അത് കാരണം എനിക്ക് തോന്നണതേ മഴ വന്നപ്പോ എല്ലാം പൂ ഇട്ടതാണെന്ന് തോന്നണം. ഇത്തവണ വേനൽമഴ അങ്ങനെ വന്നില്ലല്ലോ. വേനൽമഴ കഴിയുമ്പോൾ മുതലേ പൂ ഉണ്ടാവും. മഴക്കാലത്ത് അധികം അങ്ങനെ പൂക്കാറില്ല. ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നണേട്ടോ. ഒരു കോല് കുത്തിയാക്കാം ഇവിടെ. അപ്പൊ പിന്നെ അടയാളായിക്കോളൂ ആരെങ്കിലും. അല്ലെങ്കിൽ അത് ചാഞ്ഞു പോവും ശക്തമായ മഴ പെയ്യുമ്പോ. കാറ്റ് നന്നായിട്ടുള്ളതല്ലേ. കോലില് വേണമെങ്കിൽ ഒന്ന് കെട്ടി വെക്കാം. കെട്ടൊന്നും വേണ്ട, ഇപ്പോഴേ കെട്ടണ്ട. പതുക്കെ ചാഞ്ഞു പോവാതെ. അതൊക്കെ ഞാൻ ചെയ്തോളാം. നടന്ന വഴിയിലേക്ക് കെട്ടരുത്. പതുക്കെ കെട്ടുക എന്ന് പറഞ്ഞാൽ മുറുക്കി കെട്ടാനല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ കണ്ടോ എന്നാ ചെയ്യണേന്ന്? ഞാൻ സപ്പോർട്ട് കണ്ടോ? അത്രേ ഉദ്ദേശിക്കുന്നത്. അത്രേ മതി. അത് മതി. അല്ലേ ലൂസ് വേണമെന്ന് എനിക്കറിയാല്ലെങ്കിൽ ഞാനിങ്ങനെ പിരിമുറുക്കൂല. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ അത് വീണു പോകും. ഒരു ലോക്ക് അത്ര മതി, വീഴാതിരിക്കാൻ മാത്രം മതി. ധാരാളം അത് ഇരിക്കും. അത് ഇനി നമുക്ക് 2 എണ്ണം ഉള്ളത് ഒരു ചട്ടിയിൽ വെക്കാം കേട്ടോ. അതെ, കാണിച്ചു തരാം. ബാ പോകാം, അങ്ങോട്ട് പോവാം. ബാ ഇത് പാഷൻ ഫ്രൂട്ട് പൂവ്. ഇത് നോക്ക്, പൂ വിരിഞ്ഞാ?
ആ അതെ അവിടെ കറിവേപ്പ് കളയുമായിരിക്കും തോന്നുന്നത്. ആ ഒരുപാട് പൂ വിരിയുന്നുണ്ട് അതില്. പൂ ഇരുന്നിട്ടുണ്ട്. വീണ്ടും അങ്ങോട്ട് തന്നെയല്ലേ പോണേ? അവിടെ ആ ചട്ടിയിൽ വെക്കാൻ നോക്കാം. അവിടെ ഒരു വലിയ ചട്ടി ഇരിക്കുന്നു. അതൊരു പാകാൻ വെച്ചേക്കണ ചട്ടിയാണ്. പക്ഷെ നമുക്ക് അതിലേക്ക് അങ്ങ് വെക്കാം. ചട്ടി തന്നെ ഇരിക്കട്ടെ. അതിൽ വേണമെങ്കിൽ പാകാമല്ലോ ഒക്കെ. പാഷൻ ഫ്രൂട്ട് പാകിയത് ഉണ്ട് അതിൽ ഓർക്കണില്ലേ? മറ്റേ തയ്യാന്നും പറഞ്ഞ് വെച്ചോണ്ടിരുന്നത്. ഇത് മതിയായിരിക്കും. അമ്മയുടെ ഫേവറേറ്റ് ചെടിയാണ് ഈ മുല്ല. മണം നല്ല പൂവിന്റെ മണം, സുഗന്ധം പരക്കുന്നോണ്ടാ. സുഗന്ധ റോസ് ഒരെണ്ണം നടണം. വേര് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തേക്കും ഉണ്ടാവും കേട്ടോ. അരികിലേക്ക് എടുത്ത് വയ്ക്കാം. കുത്തന്നെ വെള്ളം വീഴും. ഏത് സാധനം നമ്മൾ സപ്പോർട്ട് വെച്ചാലും അത് പിടിച്ച് അതിൽ പൂക്കും. അതെ, ഓർക്കുന്നുണ്ടോ? പിന്നെ എന്ത് സപ്പോർട്ട് വെച്ചാലും അത് പിടിച്ച് അതിലുണ്ടാവും. ഇത് നല്ല രസമുണ്ട്. എൻ്റെ നമുക്കൊരു കോല് തൽക്കാലം കുത്താം. പിന്നെ ഞാൻ നാളെ എപ്പോഴെങ്കിലും നേരം ഉള്ളപ്പോൾ വലിയ നല്ല കോല് കൊണ്ടുവന്ന് കുത്തി വൃത്തിയാക്കിയേക്കാം കേട്ടോ. വാങ്ങാൻ നേരത്തെ ഇച്ചിരി പിരിയൻ മുളക് പൊടി. ഞാൻ പിരിയൻ എന്ന് പറഞ്ഞപ്പോഴേ റിവേഴ്സ് ഇടങ്ങോട്ടെ, ഇത് എന്നായി അമ്മ പറയണേന്ന് ഓർക്കും. പിരിയൻ ഒരാൾ ചോദിച്ചു കാശ്മീരി മുളക് തന്നെ അല്ലേന്ന് പിരിയൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങള് കാശ്മീരി മുളക് പൊടി എന്ന് പറയുന്നത് തന്നെയാണ് പിരിയൻ മുളക് പൊടി. ചിലർ പറയാറുണ്ട് അതിൽ കാശ്മീരി മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും രണ്ടും രണ്ടാന്നാണ്. അതങ്ങനെ അറിയാവുന്നവർ അത് എന്താണെന്നോ വിശദീകരിച്ച് തന്നാൽ ഞങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ രണ്ടിനും ഈ പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ആരോ പറഞ്ഞത് രണ്ടും രണ്ടാന്നുള്ളതേ. അപ്പം അത് എന്നാന്നൊന്ന് പറഞ്ഞു തന്നാൽ ഈ പറഞ്ഞ പോലെ ഗുണകരായിരിക്കും. ആയിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തൈര് കൂടി ഇരിക്കുന്നു. ഇതിങ്ങനെ ഷാലോ അവിടെ വരെ ഒന്ന് ഇളക്കണം. അത് മാത്രമേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. ഇതെനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാത്രമാണ് ഞാൻ മേടിച്ചോണ്ട് സെൻട്രൽ മാളയിൽ. നല്ല പാത്രം. ഇച്ചിരി ഉപ്പ് പോരായെന്ന് തോന്നി ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ. ശരിക്കും പാകം പുളിയുള്ള തൈരായിരിക്കും. അല്ലെങ്കിൽ വല്ലാത്തൊരു ഇതിലായിരിക്കും. നല്ല ടേസ്റ്റ്. ഇത് മാത്രം മതി ഊണ് കഴിക്കാൻ. വേറെ കറിയോ ഒന്നും വേണ്ട. എനിക്കിത് മാത്രം കൊണ്ടൊന്നും ഞാൻ എനിക്ക് വേറെ എന്തെങ്കിലും വേണം. നല്ലതാ. നിനക്ക് പ്രിയപ്പെട്ട സാധനം. അതെ, നിന്റെ പ്രിയപ്പെട്ട ആള് കൊണ്ടുവന്നതാ. അതായത് ഇവിടുത്തെ ഹസ്ബൻഡിന്റെ പെങ്ങള് ഇരിങ്ങാലക്കുടയുള്ള ഈസ്റ്ററിന്റെ ഡേയിൽ മരിച്ചു പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. സാറാമാൻഡിയുടെ ഇളയ മോള് ജാസ്മിനും ബിജോയും കൂടെ വന്നപ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ. ഹൗസ് വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. നേരം ഏൽപ്പിച്ചതാണ്. അപ്പൊ ഇവള് വരുമ്പോ കട്ട് ചെയ്യാൻ ഓർത്ത് വെച്ചിരുന്നതാണ്. ദേ കാഷ്യൂ. നമുക്കത് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് മൈക്രോവേവിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇത് തൃശ്ശൂരുള്ളതാട്ടോ. തൃശ്ശൂരാ മാനുഫാക്ചറിങ്. തൃശ്ശൂരാണോ? തൃശ്ശൂരാ ആണോ? അതെ 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 അതെ. അവര് തൃശ്ശൂരല്ലേ താമസം. മാനുഫാക്ചർഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ തൃശ്ശൂരാണ്. ഞാനോർത്ത് അവര് ഖത്തറിനൊക്കെ പോയിരുന്നു. അവിടെ പോയപ്പോ അവിടെ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാന്ന് ഓർത്തു. പക്ഷെ ഇത് തൃശ്ശൂരാണ്. സാധനം കൊണ്ടുവന്നു. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമ്മള് മൈക്രോവേവില് പ്ലേറ്റിൽ വെച്ച് ഫ്രൈ ചെയ്യണതും കാണിക്കാം, കഴിക്കണതും ഒക്കെ കാണിക്കാം കേട്ടോ. അപ്പൊ ജാസ്മിനും ബിജോയ്ക്കും ഇനോ ചേച്ചിയുടെയും കുടുംബത്തിന്റെ ചേച്ചിയും പറയാൻ പാടില്ല. കാരണം ഞാനല്ല പറയേണ്ടത്, അപ്പയാ പറയേണ്ടത്. കുഞ്ഞോൻ ചാച്ചന്റെയും കുടുംബത്തിന്റെയും വകെ ഒരു ബിഗ് സല്യൂട്ട്. പറയുന്നതിൽ ഇനോ ചേച്ചി അത് മാത്രം കേട്ടോ. ജാസ്മിൻ പറഞ്ഞ ആള് LLB കാരി അല്ല LLM കാരി കേട്ടോ. ബിജോയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആണ് രണ്ടുപേരും. പുള്ളിക്കാരി വർക്ക് ചെയ്യുവാണ്. പുള്ളി ഹൈക്കോർട്ടില് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം. പറഞ്ഞിരിക്കാനുള്ള ക്ഷമയില്ല ജാസ്മിൻ. അതുകൊണ്ട് ഓൾറെഡി ഇപ്പൊ തന്നെ കട്ട് ചെയ്യാൻ പോവാം. ഞങ്ങൾ ഇത് കഴിക്കാൻ എക്സൈറ്റഡ് ആണ്. അതെ, എക്സൈറ്റഡ് ആണ്. ഓക്കെ. ഫുൾ എയർ ടൈറ്റ് കേട്ടോ. ഞാൻ കട്ട് ചെയ്തോ? അതാ നല്ലത്. നീ ചുമ്മാ കട്ട് ചെയ്തോട്ടെ. ഒന്നും നോക്കണ്ടല്ലോ. ഒന്നും നോക്കണ്ട, അങ്ങ് കട്ട് ചെയ്തു. പൊഴിയുണ്ട് അവിടെ. അവിടെ തന്നെയാ പൊഴി. അവിടെ കട്ട് ചെയ്തു. നമ്മളേതായാലും കുപ്പിയിലിടാൻ പോവാ. അപ്പൊ പിന്നെ പേടിച്ചാ ജാസ്മിൻ കട്ട് ചെയ്യണേ. ഇത്രയും പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നപ്പോ നമ്മള്
ഇതിനോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കേട്ടോ. അത് ശരിയല്ല. ശരിയല്ല. അപ്പയുടെ അഭിപ്രായത്തിൽ അത് കറക്റ്റ് ആയിട്ടില്ല. അടിപൊളി കാഷ്യോ. നല്ല ഫ്രഷാ. ഒട്ടും തണുത്തിട്ടില്ല. നല്ല കൂളായിട്ട്. അങ്ങനെയല്ലേ പാക്കിങ്. അതെ. ഡബിൾ പാക്കറ്റ് സിപ്ലോക്ക് കവറ ഇടുവാണേ. ഒരു ചെറിയ ഉപ്പിട്ട് മാറ്റാം. അത് നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ളത് ഉണ്ടാവുള്ളൂ. ഞാനെടുത്ത കുപ്പി പോരായികയായി ജാസ്മിൻ. വേറൊരു കുപ്പി എടുക്കാം. ഇതിലിത് പോരെ എന്നാ. ഒരു ടിൻ നിറഞ്ഞു. അടുത്ത ടിൻ. ഈ ടിന്നിൽ ഉണ്ടാവുള്ളൂ താട്ടിൻ്റെ അടുത്തതേ. അതെ. എനിക്ക് ഇത് നിലത്ത് പോകുന്നുള്ള പേടി. അതാ ഞാനിങ്ങനെ അപ്പൊ ഈ 3 മിനിറ്റ് അതിലിരുന്ന് വെച്ച് പിന്നെ 3 ഓഫ് ചെയ്ത് അതിലിരിക്കണോ? അല്ല, ഇത് കൈ കൊണ്ടെടുത്താ പോണ്ട് തൊലി. നമുക്ക് ചെയ്തു നോക്കാം. നല്ല ടേസ്റ്റി ആട്ടോ ജാസ്മിൻ ചേച്ചി. നീ പറഞ്ഞോ. വിചാരിച്ചതിലും ടേസ്റ്റിയാണ്. നല്ല ക്രിസ്പിയാണ്. രുചിയുണ്ട്. തൊലി പൊളിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ മറക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. കാരണം ഇത് കഴിക്കാൻ വേണ്ടി തൊലി പൊളിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുകയില്ല. പിന്നെ ഒരു കാര്യം പറയാം ജാസ്മിൻ. കുഞ്ഞോൻ ചാച്ചൻ വീട്ടിൽ പോയച്ച് ഉച്ചയ്ക്ക് വന്നു. അപ്പൊ പറയുവാണ് മേർക്കുട്ടി ആൻറ്റി, അതായത് ചെടുത്തിയാല മേർക്കുട്ടി ആൻറ്റി ഇതൊന്ന് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കി എന്നിട്ട് കുഞ്ഞോൻ ചാച്ചൻ്റെ അടുത്ത് കൊണ്ട് ഒരു പ്ലേറ്റ് വെച്ചു. അപ്പം മമ്മി അത് മേർക്കുട്ടി ആൻറ്റി വളരെ വിഷമിച്ച് തൊലി കളഞ്ഞും കുഞ്ഞോൻ ചാച്ചന് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സന്താനം ചോദിക്കുവാണ്, അപ്പയ്ക്ക് മമ്മീനെ കണ്ട് എന്തിനാ തൊലി കളയിച്ച്, അപ്പയ്ക്ക് തന്നെ തൊലി കളയാൻ മേലേന്ന്. കുഞ്ഞോൻ ചാച്ചൻ പറയുവാട്ടോ അതൊക്കെ ഇച്ചിരി മെനക്കേടാ. ജാസ്മിനോട് ഞാൻ വീഡിയോയിൽ പറയുക, കുഞ്ഞോൻ ചാച്ചൻ വീഡിയോ വരുമ്പോഴാട്ടോ അത് അറിയുള്ളൂ. ഇപ്പം നമുക്ക് തമ്മിലൊന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ സോറി. ഇപ്പം നല്ല സാധനം. ഓക്കെ. മഴ തുടങ്ങി. ഞാൻ മഴ ചിത്രങ്ങൾക്കായി പുറത്തേക്ക് പോകും. വിജയനോട് അന്വേഷണം പറഞ്ഞേരേട്ടോ. അതെ.